അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ. എത്രയോ ദിവസങ്ങളായി മലയാളികൾക്ക് ഒരേ ഒരു ചർച്ചാ വിഷയം മാത്രം എമ്പുരാൻ. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ചർച്ചയായ ഒരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. സിനിമയുടെ റിലീസിന് മുൻപും പൃഥ്വിരാജിന്റെ ബ്രില്യൻസിനെ കുറിച്ചും ലാലേട്ടന്റെ അഭിനയത്തെ കുറിച്ചും മുരളി ഗോപിയുടെ ശക്തമായ എഴുത്തിനെ കുറിച്ചുമൊക്കെയാണ് മാത്രമാണ് ചർച്ചയെങ്കിൽ, സിനിമയുടെ റിലീസിന് ശേഷം എമ്പുരാൻ എന്ന സിനിമ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തെ കുറിച്ചാണെന്നാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിനാണ് സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെയ്റ്റ് ക്യാമ്പയിന് പിന്നില് മറ്റാരുമല്ല, ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും അണികളുമാണ്. തുറന്നു പറയുകയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സംഘികളെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനെയും BJP-യെയും കമ്മ്യൂണിസ്റ്റിനെയും ഒക്കെ സിനിമ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്, നല്ല പൊട്ടുകൂട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൊട്ടുകൂട്ടിയത് BJP-ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ രോദനമൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. കൂട്ടക്കരച്ചിൽ മൊത്തം ഉയർന്നു കേൾക്കുന്നത് സംഘികളുടെ ഗോശാലയിൽ നിന്നുമാണ്. കൂടിയിനം വിഷപ്പാമ്പുകളൊക്കെയാണ് പത്തി ഉയർത്തി വരുന്നത്. സോഷ്യൽ മീഡിയയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം ആളുകളും പൃഥ്വിരാജിന്റെയും മുരളി ഗോപിയുടെയും ധൈര്യത്തെ വാനോളം പുകഴ്ത്തുകയാണ്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തനിനിറം കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കുക, അത് റിലീസ് ചെയ്യുക എന്ന് പറയുന്ന ചില്ലറ ധൈര്യമൊന്നും പോരല്ലോ എന്ന രീതിയിലാണ് പലരും ഈ സിനിമയെ പുകഴ്ത്തുന്നത്. അതായത് സംഘികൾ ഇവര് പ്രീ ബുക്ക് ചെയ്ത സിനിമയുടെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തത് അടക്കമുള്ള പരിപാടി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പൃഥ്വിരാജിനെ സുഡാപ്പി എന്നൊക്കെയാണ് ഇവർ അഭിസംബോധന ചെയ്യുന്നത്. ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോലും ക്ഷണിച്ചിട്ട് പോകാതിരുന്നപ്പോൾ തന്നെ ലാലേട്ടന്റെ തനി നിറം മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് സംഘികൾ പറയുന്നത്. പൃഥ്വിരാജിന്റെ കൂടെ കൂടി ലാലേട്ടന് ജിഹാദിയായി മാറി എന്നൊക്കെ അടിച്ചുവിടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സംഘികൾക്ക് കുരുപൊട്ടിയാൽ കാണാൻ നല്ല ശൈലാണല്ലോ. ഇവർക്ക് ഇത്രയും വലിയ രീതിയിൽ കുരുപൊട്ടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എമ്പുരാന്റെ 2002 നടന്ന ഗുജറാത്ത് കലാപത്തിന്റെ പരാമർശങ്ങളാണ്. കലാപത്തെയും വർഗീയതയും കൂട്ടിക്കുഴച്ച് ഇന്ത്യയിലെ ഭരണം പിടിച്ചെടുത്ത BJP-യെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ഒരു ആവറേജ് സംഖ്യയ്ക്ക് കുരുപൊട്ടാൻ ഇതുവരെ ധാരാളമാണല്ലോ. എന്താണ് ഗോത്ര തീപിടുത്തം എന്ന് എല്ലാവർക്കും അറിയാലോ. 2002 ഗുജറാത്തിലെ ഗോത്രയിൽ വെച്ച് ഒരു തീവണ്ടിയുടെ ബോഗി കത്തിയമരുന്നു. 58ഓളം ഹിന്ദു തീർത്ഥാടകരാണ് ആ അപകടത്തിൽ വെന്തു മരിച്ചത്. ഈ സെയിം തീപിടുത്തമാണ് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കാൻ കാരണമായിട്ടുള്ള ഗുജറാത്ത് കലാപത്തിന് കാരണമായത്. ഈ ബാബരി മസ്ജിദ് തകർത്തതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി മുസ്ലിങ്ങളാണ് ഗോത്രയിൽ തീ വെച്ചതെന്നായിരുന്നു സംഘപരിവാർ അടക്കമുള്ള ഹിന്ദു തീവ്രവാദികളുടെ കണ്ടെത്തൽ. എന്നാൽ ഈ ട്രെയിൻ തീവെപ്പിനും പിന്നീട് നടന്ന കലാപത്തിനും എല്ലാം പിറകിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ഈ എമ്പുരാൻ സിനിമ തുറന്നു കാട്ടുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും തുറന്നു പറയാൻ അധികം ആർക്കും ധൈര്യം ഇല്ലായിരുന്നു. ആ ധൈര്യം എമ്പുരാൻ കാണിച്ചു, അത്രേ ഉള്ളൂ. രാജ്യം മുഴുവൻ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. എമ്പുരാനിലെ പ്രധാന വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്ന അഭിമന്യു സിംഗിന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെ വല്ലാഷ് പട്ടേൽ അഥവാ ബാബ ബജരംഗ് എന്നാണ്. 2002 ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത് ബാബുഭായി പട്ടേലിനെയാണ് കഥാപാത്രം കൊണ്ട് സിനിമ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഗുജറാത്ത് കലാപത്തിൽ 35ഓളം കുട്ടികളടക്കം 97 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ട ഈ കൂട്ടക്കൊലയുടെ ആസൂത്രിതരാണ് ഈ പറയുന്ന ബാബു ബജരംഗ്. മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതിലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞ വ്യക്തി, ഇതിന്റെ പേരിൽ എന്നെ തൂക്കിലേറ്റിയാൽ പോലും സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു 2 ദിവസം കൂടെ തന്നാൽ ഇനി ഒരു 7-8 ലക്ഷം മുസ്ലിങ്ങളെങ്കിലും കൊന്നു തള്ളാമെന്ന് പറഞ്ഞ ആളാണ് തികഞ്ഞ വർഗീയവാദി. ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം താൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം ഗുജറാത്തിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഗോർഡൻ സഖാഫിയെയും അവിടുത്തെ സെക്രട്ടറി ഹെയ്തി പട്ടേലിനെയും വിളിച്ചു പറഞ്ഞു എന്ന് അയാൾ ഒരു വീഡിയോയിൽ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്നെ തൂക്കുകാരിൽ നിന്നും രക്ഷിച്ചത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആയിരുന്നു എന്ന് പോലും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സിനിമയിലെ പ്രധാന വില്ലനായി ചിത്രീകരിക്കുന്നതെന്ന് മാത്രമല്ല, ഇയാളുടെ പേര് ഉപയോഗിച്ച വർഗീയ പരാമർശങ്ങളടക്കം സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഘികൾക്ക് ഭ്രാന്തളകാൻ വേറെ വല്ല കാരണങ്ങളും വേണോ? എന്തായാലും സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ നേതാക്കന്മാരും അണികളും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ചില പ്രമുഖ നേതാക്കന്മാരുടെ FB പോസ്റ്റുകൾ ഒന്ന് വായിച്ചു നോക്കാം. ഏഷ്യാനെറ്റ് മുതലാളിയും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റുമായ രാജേഷ്, അയാൾ ആദ്യം ഇട്ടിരുന്നത് പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ടീമിന് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കാണിക്കാം. അങ്ങനെ എമ്പുരാന്റെ സിനിമ റിലീസ് ആയതിനു ശേഷം കമന്റുകളും കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങിയതോടെ ഇയാൾ മറ്റൊരു പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ എമ്പുരാന്റെ വില്ലന്മാരാരെന്നൊക്കെ അറിഞ്ഞ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയാണ് വില്ലന്മാരെന്നൊക്കെയാണ് പറയുന്നത്. ആഹാ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എന്തായാലും ഇവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് സിനിമയിലേക്ക് ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ലാലേട്ടന്റെ മുന്നിൽ വന്ന് നിന്ന് എന്തായാലും ഒന്ന് വേർക്കും. ബാക്കി വായിച്ചു നോക്കാം. മോഹൻലാൽ ആരാധകർക്കും മോഹൻലാലിനും ഒക്കെ പണി കൊടുത്തെന്നാണ് പുള്ളി പറയുന്നത്. നല്ല പണി കൊടുത്തതാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ ഈ പുള്ളി ഇത് കേട്ട് കഴിഞ്ഞാൽ, ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് പോലും വായിക്കാതെയാണ് മോഹൻലാൽ ഇതിനകത്ത് കയറി അഭിനയിച്ചതെന്ന് ഓർത്തുപോകും. സിനിമ എന്താണെന്നും സിനിമയുടെ കഥ എന്താണെന്നും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചത്. എന്നാലും അതൊക്കെ വിടും മക്കളെ. സംഘികളെ കൊണ്ട് സുഡാപ്പികൾക്ക് വേണ്ടി കാശ് മേടിച്ച് പടമെടുത്തു എന്നെല്ലാം തരം കരച്ചിൽ കേൾക്കണം അല്ലെ?
മട്ടാഞ്ചേരി മാഫിയാണ് പോലും സിനിമ പിടിക്കാനായിട്ട് പൃഥ്വിരാജിന് പണം കൊടുത്തതെന്ന്. മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഇവരൊക്കെ മട്ടാഞ്ചേരി മാഫിയയിൽ ചേർന്ന വിവരം ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ബാക്കി വയ്ക്കാം. 2002 ഗുജറാത്ത് കലാപം മുതലെടുത്ത് ഉയർന്നു വരുന്ന ഹിന്ദുത്വ വിജയം, ഗർഭിണിയെ റേപ്പ് ചെയ്ത് കൊല്ലുന്നവര്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളെയും വയസ്സായവരെയും കൊല്ലുന്നവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിന് ആഭ്യന്തരമന്ത്രിയെ വിളിക്കാൻ പറയുന്നു, അതായത് അമിത്ഷായാണ് വിളിച്ചതെന്ന് ഇവര് തന്നെ പറയുന്നു. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇവര് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. എമ്പുരാൻ എന്ന വഴി നാറിയനേക്കാളും പുള്ളി സ്വയം നാട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഇവര് ചാണക സംഖ്യകളെന്ന് വിളിക്കുന്നത്. ബാക്കിയോടെ വയ്ക്കാം. അപ്പൊ ദേശസ്നേഹികൾ കേട്ടല്ലോ. ഈ സിനിമ കാണണോ വേണ്ടെന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എമ്പുരാൻ എത്രയും പെട്ടെന്ന് ബഹിഷ്കരിച്ചാൽ അത്രയും നല്ലത്. സംഖ്യകൾ ബഹിഷ്കരിച്ച സിനിമ ഇപ്പൊ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ബഹിഷ്കരിച്ചോ. എന്തായാലും ഇവറ്റവരുടെ കരച്ചിലേക്ക് നല്ല രസമുണ്ട്. കേരളത്തെ മുഴുവൻ കരിവാരി തേച്ചുകൊണ്ട്. അപ്പൊ എന്നാലും ഇവര് വേറൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കേരള സ്റ്റോറി. എന്തായിരുന്നു അവന്മാരുടെയൊക്കെ ഒരു നെകളിപ്പ്, എന്തായിരുന്നു ആ ആഘോഷം? 32,000 ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിമാക്കി, കേട്ടുകേൾവി പോലും ഇല്ലാത്ത നുണ. യഥാർത്ഥ സംഭവം എന്ന പേരിൽ അന്ന് കൈയടിച്ച മലയാളി സംഖ്യകളാണ് അയ്യോ പൃഥ്വിരാജ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു മൂവി ഇറക്കുന്നതെന്ന് പറഞ്ഞ് കരയുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മക്കളെ, ഓർത്തോ. ഇന്ത്യ ഒട്ടാകെ എടുത്താൽ പോലും 200-ൽ താഴെ ആളുകളെ IAS ചേർന്നിട്ടുള്ളൂ. അതാണ് കണക്ക്. എന്നിട്ടാണ് കേരളത്തിൽ നിന്ന് 32,000 സ്ത്രീകളെ IAS ചേർത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നുണപ്രചരണം നടത്തിയത്. നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച സംഭവമാണ് അത്. എന്തായാലും എമ്പുരാൻ അതേപോലെയുള്ള നുണക്കഥകളൊന്നും പ്രചരിപ്പിച്ചില്ലല്ലോ. ഉള്ള സംഭവം തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ആ ഡോക്യുമെന്ററി ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി സംഖ്യകളിട്ട് ഒരു പോസ്റ്റ് വായിച്ചോ. ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഗോത്ര എന്താണെന്ന് ഗുജറാത്തുകാർക്ക് നന്നായിട്ട് അറിയാം. ഹിന്ദുത്വം എന്താണെന്നും അറിയാം. ഏത് വാദ്യം കുന്തത്ത് ചാടിയാൽ ചട്ടി അത്ര തന്നെ. ചുടാപ്പികൾ എന്തായാലും BJP വോട്ട് ചെയ്യുക. ഈ വോട്ട് ചെയ്യൽ മാറ്റിക്കാൻ അവരുടെ വാപ്പ വിചാരിച്ച പോലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്തൊരു പോസ്റ്റ് വായിക്കാം. STPI പോലുള്ളവരുടെ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കാൻ ഇത്തരം സിനിമയിലൂടെ നടക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ അന്വേഷിക്കണമെന്ന്. ഇതേ അഭിപ്രായം സംഘം അനുകൂലമായിട്ടുള്ള മനുഷ്യർ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് പറയുന്നുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. കൃത്യമായിട്ട് ഇതിന്റെ നറേഷന്റെ വേറെ പ്രശ്നം അത് മാത്രമല്ല ഇപ്പൊ ഉള്ളത്. ഇതിനകത്ത് മുൻകൂട്ടി പണം വാങ്ങിക്കുന്നു. ഇതിന്റെ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ പണം മുൻകൂർ പറ്റിയിട്ടുണ്ട്. എത്ര ദിവസക്കാലത്ത് മുൻകൂറായിട്ടുള്ള പണമാണ് പറ്റിയിരിക്കുന്നത്? ഇതിന്റെ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ മുതൽ മുടക്ക് എത്രയാണ്? ഇവർ ഇൻകത്തിന്റെ സോഴ്സ് എന്താണ്? അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ? എന്താല്ലേ ഇവന്മാരുടെ ഒക്കെ ഒരു കോമഡി നോക്കാം. ഇവര് തന്നെ ഒരേ സമയം സിനിമയെ വിമർശിക്കുകയും ഒരേ സമയം നല്ലതെന്ന് പറയുകയും, അതാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലത്. എന്തായാലും ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇവിടെ അധികാരം ലഭിക്കാൻ പണ്ട് കാണിച്ചു കൂട്ടിയതൊക്കെ മുഴുവനായിട്ടും തുറന്നു കാണിച്ച എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടല്ലോ, അത് പൊളിയാണ്. കൂടുതലൊന്നും എനിക്ക് ഇവിടെ പറയാനില്ല. ഈ സിനിമ ഇനി ഇവിടെ പരാജയപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട. എന്തായാലും എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.